പൈത്തൺ പ്രോഗ്രാമിംഗ്. ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാക്ടിക്കൽ പ്രോഗ്രാമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും ഒരു പ്രോഗ്രാം. എ ലൈബ്രറി ചാർജസ് എ ഫൈൻ ഫോർ എവറി ബുക്ക് റിട്ടേൺ ലേറ്റ് ആണ് ഓരോ ബുക്കിനും ലൈബ്രറിയിൽ ഫൈൻ കൊടുക്കണം. ഫോർ ഫസ്റ്റ് 5 days ദ ഫൈൻ ഈസ് 50 പൈസ. 5 ദിവസം ലേറ്റ് ആയി കഴിഞ്ഞാൽ 50 പൈസ. ഫോർ 6 to 10 days ഫൈൻ ഈസ് 1 rupee. 6 മുതൽ 10 days വരെ വൈകി കഴിഞ്ഞാൽ 1 രൂപ. ആൻഡ് above 10 days ഫൈൻ ഈസ് 5 rupees. ഇഫ് യു റിട്ടേൺ ദ ബുക്ക് ആഫ്റ്റർ 30 days, 30 ദിവസം കഴിഞ്ഞിട്ടാണ് ബുക്ക് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ യുവർ മെമ്പർഷിപ്പ് വിൽ ബി ക്യാൻസൽഡ്. ഓക്കെ, റൈറ്റ് എ പ്രോഗ്രാം ടു ആക്സെപ്റ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് the member is late to return the book and display the fine or the appropriate message. ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തതിന് ശേഷം എത്ര ദിവസം ലേറ്റ് ആയി എന്നുള്ളതാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അതിനാണ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആക്സെപ്റ്റ് ദ നമ്പർ ഓഫ് ഡേയ്സ് ദ മെമ്പർ ഈസ് ലേറ്റ്. ബുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ കറക്റ്റ് ഡേറ്റിലല്ലാതെ വൈകി ലേറ്റ് ആയിട്ട് ബുക്ക് റിട്ടേൺ ചെയ്യുമ്പോൾ എത്ര ഡേയ്സ് ലേറ്റ് ആയി എന്നുള്ളത് ആ ഡേയ്സ് ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യുന്ന കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യുന്ന എന്ത് ഡിസ്പ്ലേ ചെയ്യണം, ഒന്നെങ്കിൽ ഫൈൻ ഡിസ്പ്ലേ ചെയ്യണം, എത്ര ഫൈൻ ആയി എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് പോയണം. അതല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് മെസ്സേജ്, മെമ്പർഷിപ്പ് കട്ടാവുന്നുണ്ടോ, ക്യാൻസൽ ആവും, ആ ഒരു മെസ്സേജ് അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കണം. അതുള്ള പ്രോഗ്രാമാണ് എഴുതാൻ പറഞ്ഞത്. നോക്കാം, നമ്മൾ ആദ്യം പ്രോഗ്രാം കംപ്ലീറ്റ് സോഴ്സ് കോഡ് നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിവിടെ പ്രോഗ്രാം എഴുതി വെച്ചിട്ടുണ്ട്. പ്രോഗ്രാം നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അതിന് മുമ്പ് അതൊന്ന് സേവ് ചെയ്ത് വെക്കാം. നമ്മൾ സേവ് ചെയ്യുന്നത് ഡോക്യുമെന്റ്സിനകത്ത് സേവ് ചെയ്യാം. ലൈബ്രറി .py അല്ലേ, പൈത്തൺ അല്ലേ? ഓക്കെ, പൈത്തൺ. ഓക്കെ, പൈത്തണിന്റെ കോഡ് സേവ് ചെയ്തു. കോഡ് നോക്കി, ഡേയ്സ് ഇസ് ഈക്വൽ ടു ഇൻപുട്ട്. നമ്മൾ ഈ ഫംഗ്ഷൻ ഇൻപുട്ട് ചെയ്യണം. ഇൻപുട്ട് എൻ്റർ ദ നമ്പർ ഓഫ് ഡേയ്സ് ലേറ്റ് ആയ ഡേയ്സ് ആണ്, എത്ര ഡേയ്സ് ലേറ്റ് ആയത് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയാണ്. അത് ഇൻപുട്ട് ചെയ്യാണ്, അതായത് നമ്മൾ യൂസർ ഇൻപുട്ട് ചെയ്യണം. അതൊരു ഇൻഡിജർ ടൈപ്പ് ആയിരിക്കും വാല്യൂസ്, അതായത് ഇൻഡ് കൊടുത്ത്. അത് എന്നിട്ട് ആ വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഡേയ്സ് എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഇഫ് ഡേയ്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ 5, 5 ദിവസം വരെ ലേറ്റ് ആയി കഴിഞ്ഞാൽ 50 പൈസയാണ്. ദ എമൗണ്ട് ഇസ് ഈക്വൽ ടു 50 പൈസ ഇൻറ്റു ഡേയ്സ്. എത്ര ദിവസം വൈകി? 4 ഡേയ്സ് ആണ്. 4 into 50 പൈസ, അപ്പോൾ കിട്ടും 2 rupees. ആ രൂപത്തിൽ അതിനെന്ത് ചെയ്യും? ദ ഫൈൻ എമൗണ്ട് RS പ്രിന്റ് ചെയ്യും, എമൗണ്ട് പ്രിന്റ് ചെയ്യും, അവിടെ 2 എന്ന് പ്രിന്റ് ചെയ്യും. 4 ദിവസം വൈകിണ്ടെങ്കിൽ 2 പ്രിന്റ് ചെയ്യും. ഓക്കെ, ദെൻ എൽസിഫിനെ കൂടാണ് if എൽസിഫിനകത്ത് വെക്കുക ഡേയ്സ്. ദ ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആൻഡ് ഡേയ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 10. 6 മുതൽ 10 വരെ ദിവസങ്ങളാണ് വൈകിട്ടെങ്കിൽ 1 രൂപ, ഒരു ദിവസത്തേക്ക് 1 രൂപയാണ്. ഇപ്പോൾ 7 ആണെങ്കിൽ 7 ഡേയ്സ് വൈകിട്ടുണ്ടെങ്കിൽ 7 into 1 എത്ര കിട്ടും? 7 rupees. സോ അതായിരിക്കും ഇവിടെ എമൗണ്ട് പ്രിന്റ് ചെയ്ത് കിട്ടുക. ദെൻ അതുമല്ലെങ്കിലോ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ ഓരോ ഡേയ്സിനും 5 ആണ് റുപ്പീസ് വരിക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 20 ഡേയ്സ് ആണ് വൈകിയിട്ടുണ്ടെങ്കിൽ 20 into 5, അപ്പോൾ 100 rupees. 100 rupees ഫൈൻ ഈടാക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് ഇതൊന്നും ഇല്ലാതെ വേറൊരു കേസ് പറയുന്നുണ്ട്. ഏതായിരുന്നു? ഇഫ് ഡേയ്സ് ഗ്രേറ്റർ ദാൻ 30, 30 ദിവസത്തെക്കാൾ മുകളിൽ 1 month മുകളിൽ ബുക്ക് റിട്ടേൺ ചെയ്യാൻ വൈകിട്ടുണ്ടെങ്കിൽ, ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? യുവർ മെമ്പർഷിപ്പ് വുഡ് ബി ക്യാൻസൽഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വരുന്നു. ഇതൊന്നും അല്ലാത്തൊരു കേസ് വരികയാണെങ്കിലോ ഇൻവാലിഡ്. അതാണ് എൽസിൽ പ്രിന്റ് ഇൻവാലിഡ്. കാരണം നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഒരു നമ്പർ അല്ല, ഒരു സ്ട്രിങ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇൻവാലിഡ് ആയി കാണിക്കും. നമ്പർ മിനിമം വാല്യൂ നമുക്ക് ഏത് വാല്യൂ കൊടുക്കാം? ഇവിടെ 1 പറയുന്നുണ്ട്, 0 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 1 മുതൽ നമുക്ക് എത്ര വാല്യൂസ് വരെ കൊടുക്കാം. പക്ഷെ അതിന്റെ വാല്യൂ മാക്സിമം, അതിന്റെ ലിമിറ്റ്, ആ നമ്പർ അല്ലാത്ത വേറെ എന്ത് നമ്പർ വന്നു കഴിഞ്ഞാലും ഇൻവാലിഡ് എന്നാണ് പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു കോഡ് നോക്കാം. ലൈബ്രറി .py നമുക്ക് IDLE ഓപ്പൺ ചെയ്യാം. ലേണിംഗ് എൻവയോൺമെന്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്ത കോഡ് നമ്മൾ സെയിം കോഡാണ്. ഈ കോഡ് ഡേയ്സ് സെയിം കോഡാണ്. ഈ കോഡ് നമുക്ക് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. റൺ എന്നുള്ള കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. റൺ മൊഡ്യൂൾ F5 ഷോർട്ട് കട്ടാണ്, വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ അതിന്റെ ഇന്റർഫേസിൽ ഇവിടെ ഇത് വന്നു. ഇവിടെ കാണിക്കുന്നുണ്ട് എൻ്റർ ദ നമ്പർ ഓഫ് ഡേയ്സ്. ഞാൻ ഫസ്റ്റ് കേസ് നോക്കാം. 5 വരെ അല്ലേ, 4 ഡേയ്സ് കൊടുത്തു, എൻ്റർ ചെയ്തു. അപ്പോൾ 2 rupees ആണ് പേ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് കേസ് ഒന്ന് റൺ ചെയ്യാം. വാല്യൂ ടൈപ്പ് ചെയ്യുന്ന വാല്യൂ 4 പകരം ഇനി നമുക്ക് 7 കൊടുത്തു നോക്കാം. 7 ഡേയ്സ്. അപ്പോൾ 1 rupee ആണ് 5ന്റെ അബവ് വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ 7 rupee ആണ്
പ്രിന്റ് ആവേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കേസ് റണ്ണിൽ എൻ്റർ ദ നമ്പർ ഓഫ് ഡേയ്സ് 10 എബവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു 18 കൊടുക്കാം. 18 വാല്യൂ 5 ആണ് വരിക അല്ലേ? വാല്യൂ ഓരോ ദിവസത്തിനും 5 ആണ് വരിക. 18 into 5 90 rupees പേ ചെയ്യണം. ഈ ലാസ്റ്റ് വൺ ഏതായിരുന്നു? 30 എബവ് 30 അല്ലേ? ഒരു 40 ഡേയ്സ് കൊടുത്തു. അപ്പൊ എന്തായാലും മെമ്പർഷിപ്പ് കട്ടായിരിക്കണം. കണ്ടോ? യുവർ മെമ്പർഷിപ്പ് വുഡ് ബി ക്യാൻസൽഡ് എന്ന മെസ്സേജ് വന്നു. ഓക്കെ അല്ലേ? അപ്പൊ നെക്സ്റ്റ് പ്രോഗ്രാമുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.